الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن نبينا محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين، صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം സൂറത്തു അൽ മുത്തഫിഫീൻ ആണ് പഠിച്ചത്. ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും തുടക്കത്തിൽ വിശുദ്ധ ഖുർആന്റെ ഫضലിനെ കുറിച്ച് രണ്ടു വാക്ക് സൂചിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. അത് എനിക്കും നിങ്ങൾക്കൊക്കെ ഖുർആനോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും റമദാനിലെ ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ, രാത്രികളും പകലുകളും പരമാവധി ഖുർആനുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാനും ഒരു പ്രേരണയായേക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടാകും. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് അതിന്റെ തുടക്കത്തിലുള്ള കുറച്ച് ജുസുകളൊക്കെ ഓതിയിട്ടുണ്ടാകും. സൂറത്തുൽ ബഖറയിൽ തുടക്കം തന്നെ എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ഈ ആയത്തിനെ കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഈ ആയത്തിൽ വിശുദ്ധ ഖുർആന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ അല്ലാഹു തആല ഈ ഒരു ആയത്തിൽ തന്നെ ഖുർആനെ കുറിച്ച് പറയുന്നു. ദാലിക അൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആനെ കുറിച്ച് ദാലിക എന്നാണ് പറഞ്ഞത്. ദാലിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഇസ്മു ഇഷാറ ലിൽ ബഈദ്, പുല്ലിംഗമായിട്ടുള്ള ബഈദ്, ദൂരെ നിൽക്കുന്ന ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇസ്മാണ് ദാലിക എന്നുള്ളത്. നമ്മൾ മലയാളത്തിൽ അത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ദാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് ഈ വാക്ക് ഉപയോഗിച്ചത്? ഇത് എന്ന് പറയാതെ അത് എന്ന് പറയാൻ കാരണം എന്താ? ചില ക്രിസ്ത്യാനികൾ ഈ ആയത്ത് ഇഞ്ചീലിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഇഞ്ചീലിന്റെ മഹത്വം പറയുന്നുണ്ട്. ഇഞ്ചീൽ അള്ളാഹുവിന്റെ കലാമാണ്, അതിൽ സംശയമില്ല. പക്ഷെ അവരുടെ കയ്യിലുള്ള മുഹറഫായിട്ടുള്ള, അവർ തിരുത്തിയിട്ടുള്ള, കൈകടത്തിയിട്ടുള്ള ഇഞ്ചീലിന്റെ മഹത്വം ഖുർആൻ തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഇഞ്ചീലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശം? മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി. വളരെ ഉയർന്ന സ്ഥാനത്താണ് ഖുർആൻ ഉള്ളത്. നമ്മുടെ സമീപത്ത് മുസ്ഹഫ് ഉണ്ടെങ്കിലും, നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടെങ്കിലും, യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥാനം വളരെ മുകളിലാണ്. അത് ആ ഒരു സ്ഥാനം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇസ്മ ഇഷാറ, ദൂരത്തുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വാക്ക് എന്താണ്? അൽ കിതാബ്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രന്ഥം, പുസ്തകം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ദാലിക അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതാകുന്നു ഗ്രന്ഥം. അപ്പോൾ ഇതിന്റെ ഒരു സൂചന എന്താണ്? ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണോ, ഒരു കിതാബ് കൊണ്ടുണ്ടാകുന്ന ഉപകാരം എന്താണോ, അതിന്റെ ഏറ്റവും പൂർണ്ണത ഈ കിതാബ് കൊണ്ടായിരിക്കും ഉണ്ടാവുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് പുസ്തകം. മറ്റൊരു പുസ്തകം കിതാബ് എന്ന വാക്ക് അർഹിക്കുന്നില്ല. ആ വാക്ക് അർഹിക്കുന്നത്, അല്ലെ, നമ്മളൊരു കിതാബ് വായിക്കുന്നത് എന്തിനാണ്? ഉപകാരപ്രദമായ അറിവ് കിട്ടാൻ. ആ ഗുണം അത് ഖുർആനിൽ മാത്രമേ ഉള്ളൂ. ഖുർആനുമായി താരതമ്യം ചെയ്താൽ മറ്റൊരു കിതാബിലും അങ്ങനെ ഒരു ഉപയോഗമേ ഇല്ല എന്ന് തോന്നിപ്പോകും എന്ന ഒരു സൂചനയാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദുനിയാവിൽ വേറെയും കിതാബുകളുണ്ട്. പക്ഷെ അതാകുന്നു കിതാബ് എന്ന് ഖുർആനെ കുറിച്ച് പറയാൻ കാരണം, അതാകുന്നു യഥാർത്ഥത്തിൽ ഫലപ്രദമായ കിതാബ് എന്നർത്ഥം. ഇതിനോട് താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊരു കിതാബും ഒരു കിതാബല്ല എന്ന് തോന്നും എന്നർത്ഥം. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ദാലിക എന്ന് ഉപയോഗിച്ചു, രണ്ടാമത്തേത് അൽ കിതാബ് എന്ന് ഖുർആനെ വിളിച്ചു, മൂന്നാമത്തേത് ലാ റൈബ ഫീഹി, ഖുർആനിൽ സംശയമില്ല, അഥവാ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നതിൽ സംശയമില്ല. ഇത് മനുഷ്യന്റെ കലാമല്ല, റബ്ബിന്റെ കലാമാണ് എന്നതിൽ സംശയമില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് ഹുദയാണ്, സന്മാർഗമാണ്. ശരി എന്താണ്, തെറ്റെന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്,
എന്ന് വ്യക്തമായി വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന സന്മാർഗമാണ്, ഹുദയാണ് ഖുർആൻ. അപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ദാലിക എന്ന് ഉപയോഗിച്ചു, അൽ കിതാബ് എന്ന് വിശേഷിപ്പിച്ചു, അങ്ങനെ ഖുർആനെ പുകഴ്ത്തി. പിന്നീട് ഖുർആന്റെ മസ്ദർ, ഖുർആന്റെ സോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അത് ലാ റൈബ ഫീഹി, സംശയമില്ലാത്ത വിധം സൃഷ്ടാവിന്റെ കലാമാണ്. പിന്നീട് ഖുർആന്റെ തഅ്സീർ, അതിന്റെ സോഴ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണ്. അത് ആർക്കാണ് അവതരിച്ചിട്ടുള്ളത്, ആരുടെ മേലാണ് അത് സ്വാധീനമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണ്. അതിന്റെ സ്രോതസ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. ഫലം, ഏറ്റവും വലിയ ഫലം, ഒരു കിതാബിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പ്രയോജനം. ഹുദൻ ലിൽ മുത്തഖീൻ, ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ ദലാലത്തിന്റെ ഓപ്പോസിറ്റ് അല്ലെ, വഴി പഴക്കാതെ നമ്മെ ശരിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന സംഗതി, ശരി എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശാലമായ രീതിയിൽ ഖുർആനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. എന്തിനാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ഈ ആയത്ത് പറഞ്ഞത്? ഖുർആൻ ഓതുന്ന ഓരോ അവസരത്തിലും, ഖുർആനിലെ ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ സൂറത്ത് ഓതുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ആമുഖം ഓർമ്മയുണ്ടാകണം. അതെന്താണ്? ഖുർആനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം, ഖുർആനിലുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം, ഖുർആന്റെ ഫലത്തെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ദൃഢബോധ്യം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയാൽ അത് നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഖുർആനോടുള്ള തഅദീം, ഖുർആനോടുള്ള ബഹുമാനം, ആദരവ്, അതിന്റെ സോഴ്സ്, അതിന്റെ സ്രോതസ് അള്ളാഹുവിൽ നിന്നാണ് എന്നതിൽ ഉറച്ച വിശ്വാസം, അതുപോലെ ഖുർആൻ കൊണ്ട് ഫലമുണ്ടാകും, അത് ഹുദയാണ് എന്നുള്ള യഖീൻ, ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ കൂടുതൽ തഫ്സീറൊന്നും പഠിക്കാത്ത ആൾക്കും ഖുർആന്റെ സ്വാധീനം ഉണ്ടാകും, ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ, തദബ്ബുർ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം, ചില ആളുകൾ കൂടുതലൊന്നും ഇൽമില്ലാത്ത ആളുകൾ തന്നെ ഖുർആൻ ഓതുമ്പോൾ കരയുന്നത്, ഖുർആൻ കൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, അതൊക്കെ നമുക്ക് കാണാം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നും ഇവർ അഭിനയിക്കുകയാണെന്നൊക്കെ. ആ അഭിനയിക്കുന്നതല്ല, നേരെ മറിച്ച് ഖുർആനോട് അവർക്ക് ബഹുമാനമുള്ളത് കൊണ്ടാണ്, ഖുർആനോട് അവർക്ക് അടിയുറച്ച വിശ്വാസം, യഖീനുള്ളത് കൊണ്ടാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ കുറേ ഇൽമിന്റെ ഗുണം ഈ ഒരു കാര്യം തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും. ഒരുപാട് വായിക്കുന്നതിന്റെയും അറിയുന്നതിന്റെയും ഒക്കെ ഒരു സ്വാധീനം, അതിന്റെയൊക്കെ ഫലം ഈ ഒരു യഖീൻ കൊണ്ട് നമുക്കുണ്ടാകും. ഖുർആൻ ഓതുമ്പോൾ, പഠിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഖുർആൻ കൊണ്ട് ഉപകാരം കിട്ടാൻ നമുക്ക് വളരെയധികം സഹായമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, ഇനി നമുക്ക് സൂറത്തുൽ ഇൻഷിഖാഖിലേക്ക് കടക്കാം. ഈ സൂറത്തിന്റെ മഖ്സദ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സൂറത്ത് അടക്കമുള്ള 3 സൂറത്തുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ സൂറത്തുകളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. ഏതൊക്കെയാണ് 3 സൂറത്തുകൾ? ഒരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം തിർമിദി, അഹ്മദ് ഒക്കെ ഉദ്ധരിക്കുകയും അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസ്. നമ്മൾ മുമ്പ് സൂറത്തുൽ ഇൻഫിത്താർ വിശദീകരിച്ച സമയത്ത് ഈ ഹദീസ് പറഞ്ഞിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി കഅന്നഹു റഅയു ഐൻ. അന്ത്യനാൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ അറിയണം എന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, അവൻ ഫല്യൻദുർ ഫല്യഖറ ഇദ അശ്ശംസു കുവിറത് വഇദ അസ്സമാഉ ഇൻഫതറത് വഇദ അസ്സമാഉ ഇൻശഖത്. ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. അപ്പൊ അതിൽപ്പെട്ട സൂറത്താണ് സൂറത്തു അൽ ഇൻഷിഖാഖ്. അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട സൂറത്താണ് സൂറത്തു അൽ ഇൻഷിഖാഖ്. ഇനി ഈ സൂറത്തിന്റെ ലക്ഷ്യം എന്താണ്? അത് ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതെന്താണ്? വസ്ഫു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ സൂറത്തിന്റെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കാര്യം ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. ഇനി അതോടൊപ്പം മറ്റൊരു ലക്ഷ്യം കൂടി ഈ സൂറത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും, ഈ സൂറത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ. അതെന്താണ്? ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, ഈ സൂറത്തിൽ പരലോകത്തെക്കുറിച്ച് വിശദീകരിക്കുക എന്നതിന് പുറമെ പരലോകത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഈ ആയത്തുകളിൽ, ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇൻഫിത്താറിലും അതുപോലെ തന്നെ സൂറത്തു അത്തക്വീറിലും നമ്മൾ കണ്ടതുപോലെ അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ അതിന് പുറമെ മറ്റൊരു കാര്യം കൂടി ഈ സൂറത്തിൽ കാണാം. അതെന്താണ്?
അൽ ഹസ്സു അലൽ ഇസ്തിസ്ലാമി ലില്ലാഹ്, അള്ളാഹുവിന് കീഴൊതുങ്ങാനുള്ള പ്രോത്സാഹനം. അള്ളാഹുവിന് കീഴൊതുങ്ങുക, ഇസ്തിസ്ലാം, കീഴ്പ്പെടുക, വണങ്ങുക, വിധേയരാവുക. അങ്ങനെ അള്ളാഹുവിന് വിധേയരാവാൻ ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും, സൂറത്തിന്റെ തുടക്കം മുതൽ നോക്കുക. ഇത് സമാഉ ഇൻഷഖത്ത്. ഇൻഷാ അല്ലാഹ് ഓരോ വാക്കിന്റെയും അർത്ഥം നമ്മൾ വിശദീകരിക്കും. പക്ഷേ നേരത്തെ പരിഭാഷ വായിച്ചവരും അതുപോലെ തന്നെ തഫ്സീർ പഠിച്ചവരുമായ ആളുകൾക്ക് ഈ ആയത്തുകളെ കുറിച്ച് ഇപ്പോൾ തന്നെ അറിയാമായിരിക്കും. ഇത് സമാഉ ഇൻഷഖത്ത്, ആകാശം വിണ്ടു കീറിയാൽ. അന്ത്യദിനത്തെക്കുറിച്ച് പറയുകയാണ്. വഅദിനത് ലിറബ്ബിഹ വഹുഖത്ത്. അങ്ങനെ ആകാശം തന്റെ റബ്ബിന്റെ കൽപ്പന ശ്രദ്ധിച്ചു കേൾക്കും, അത് അതുപോലെ നടപ്പിലാക്കും, അനുസരിക്കും. വിണ്ടു കീറാൻ കൽപ്പിക്കുമ്പോൾ വിണ്ടു കീറും. അപ്പൊ ആകാശം എന്ന് പറയുന്ന ഈ വലിയ സൃഷ്ടി അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുകയാണ്. അത് അള്ളാഹുവിനോട് എങ്ങനെയാണ് കീഴൊതുങ്ങി വിധേയത്വത്തോടു കൂടി പെരുമാറുന്നത് എന്ന് പറഞ്ഞു ഈ ആയത്തിൽ. അതുപോലെ തന്നെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. വഅദിനത് ലിറബ്ബിഹ വഹുഖത്ത്. ഭൂമി അതും ആകാശത്തെ പോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന ശ്രദ്ധിച്ച് കേൾക്കുകയും അതിന് വഴിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തുടർന്ന് ഈ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത് കാണാം. സത്യനിഷേധികളായ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച്, പരലോകത്തിൽ വിശ്വസിക്കാൻ വേണ്ടി അവരെ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ നിഷേധത്തെ അള്ളാഹു തആല വിമർശിക്കുകയും അതിനെക്കുറിച്ച് അവർക്ക് താക്കീത് ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ചില സൃഷ്ടികളെ കുറിച്ച് സത്യം ചെയ്യുന്നത് കാണാം. ആ സത്യം ചെയ്യുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ഫലാ ഉഖ്സിമു ബിശ്ശഫഖ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ചുവപ്പ് നിറം, അതിനാണ് ഷഫഖ് എന്ന് പറയുക. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സൂര്യൻ എന്ന് പറയുന്ന ഈ വലിയ സൃഷ്ടി അത് ആകാശത്ത് നിന്ന് മാഞ്ഞു പോയിരിക്കുകയാണ്. അത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടയാളമാണ് ഈ ഷഫഖ് എന്ന് പറയുന്നത്, അസ്തമയ ശോഭ എന്ന് പറയുന്നത്. അതിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നു. വല്ലൈലി വമാ വസഖ്. അതുപോലെ രാത്രി, ആ രാത്രി എന്തൊക്കെ വസ്തുക്കളെ വലയം ചെയ്യുന്നു അതെല്ലാം സത്യം, അതെല്ലാമാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. രാത്രിയുടെ വരവ് അത് അള്ളാഹുവിന്റെ കൽപ്പന ഈ പ്രപഞ്ചം അനുസരിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. വൽ ഖമരി ഇദത്തസഖ്. അതുപോലെ തന്നെ ചന്ദ്രനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. ഇദത്തസഖ്, ചന്ദ്രൻ പൂർത്തിയാകുമ്പോൾ, ചന്ദ്രന്റെ സൃഷ്ടി അത് ഘട്ടം ഘട്ടമായി, അല്ലെങ്കിൽ ചന്ദ്രന്റെ ആ ഹിലാൽ ഉദിച്ച് അത് പൂർണ്ണ ചന്ദ്രനാകുന്നത് വരെയുള്ള ഘട്ടങ്ങൾ, അത് പൂർത്തിയാകുന്നതിനെ കുറിച്ചാണ് ഇദത്തസഖ്. അത് പൂർത്തിയാകുമ്പോൾ ഇദക്തമല എന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്. അതും ഈ പ്രപഞ്ചം, അതിലുള്ള സൃഷ്ടികൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ അള്ളാഹുവിനോട് ഇസ്തിസ്ലാം, അള്ളാഹുവിന് പൂർണ്ണമായും വഴിപ്പെടുക, കീഴൊതുങ്ങുക എന്ന ഒരു കാര്യം കൂടി ഈ സൂറത്ത് പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സംഭവവികാസങ്ങൾ വിശദീകരിക്കുന്നതിന്റെ കൂടെ പറയുന്നതായി കാണാൻ സാധിക്കും. ഇനി ഈ സൂറത്തിന്റെ മുനാസബത്ത്, ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ സൂറത്തുകളുടെ തുടർച്ചയായി ഈ ഒരു സ്ഥാനത്ത് തന്നെ, അഥവാ ഇപ്പൊ സൂറത്തു അൽ ഇൻഫിത്താർ കഴിഞ്ഞു, സൂറത്തുൽ മുത്തഫിഫീൻ കഴിഞ്ഞു, പിന്നെയാണ് സൂറത്തു അൽ ഇൻശിഖാഖ്. അപ്പൊ ഈ ഒരു സ്ഥാനത്ത് തന്നെ ഈ സൂറത്ത് വരാനുള്ള ഒരു പ്രസക്തി, മുനാസബത്ത്, അതെന്താണ്? ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഈ മൂന്ന് സൂറത്തുകളും ഒരു വിഷയം പരാമർശിക്കുന്നുണ്ട്. എന്താണത്? സഹീഫത്തുൽ അമാൽ, മനുഷ്യന്റെ അമലുകളുടെ രേഖയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മൂന്ന് സൂറത്തുകളും. അത് മുസ്ഹഫിൽ ഈ സൂറത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ തർത്തീബിലാണ് ഈ കർമ്മരേഖയുടെ വിശദീകരണം ഈ സൂറത്തുകളിൽ വരുന്നത്. ഒന്നാമത്തെ സൂറത്തുൽ ഇൻഫിത്താറിൽ സഹീഫത്തുൽ അമാൽ, മനുഷ്യന്റെ അമലുകൾ രേഖപ്പെടുത്തുന്ന ഈ രേഖയുടെ ദുനിയാവിലെ അവസ്ഥയാണ് പറയുന്നത്. ഇന്ന അലൈക്കും ലഹാഫിളീന കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങളുടെ അമലുകളെല്ലാം അറിയുന്ന, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാന്യന്മാരായ വിശ്വസ്തരായ എഴുത്തുകാർ, മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. അഥവാ അവർ നിങ്ങളുടെ അമലുകൾ ഈ രേഖയിൽ എഴുതുന്നുണ്ട്. അപ്പൊ ഈ സഹീഫത്തുൽ അമാൽ, മനുഷ്യന്റെ അമലുകളുടെ രേഖ, അത് ദുനിയാവിൽ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച്, ദുനിയാവിൽ അത് എങ്ങനെയായിരിക്കും, അത് സൂക്ഷിക്കുന്നത് ആരായിരിക്കും എന്ന കാര്യമാണ് ഒന്നാമത്തെ സൂറത്തിൽ പറഞ്ഞത്. ഈ രേഖയുടെ ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ അതിന്റെ അവസ്ഥ ഇതാണ്, ദുനിയാവിൽ അമലുകൾ അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ സൂറത്തിൽ പറഞ്ഞത്.
അങ്ങനെ തന്നെയാണല്ലോ അതിന്റെ തർത്തീബ്. ആദ്യം സംഭവിക്കുന്ന കാര്യം ആദ്യം പറഞ്ഞു. പിന്നീട് അടുത്ത സൂറത്തിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ കല്ല ഇന്ന കിതാബൽ ഫുജാരി ലഫി സിജ്ജീൻ എന്നും കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ എന്നും പറഞ്ഞു. പാപികളുടെ രേഖ സിജ്ജീനിലാണ് സൂക്ഷിക്കുക, പുണ്യവാന്മാരുടെ മുഅ്മിനീങ്ങളുടെ അസ്ഹാബുൽ യമീന്റെ അവരുടെ രേഖകൾ ഇല്ലിയീനിലാണ് സൂക്ഷിക്കുക എന്നും പറഞ്ഞു. അപ്പൊ ബർസഖിൽ ഈ സഹീഫത്തുൽ അഅമാൽ എവിടെയാണ് സൂക്ഷിക്കുക എന്നതാണ് ഈ രണ്ടാമത്തെ സൂറത്തിൽ പറയുന്നത്. അതാണ് അടുത്ത ഘട്ടം. ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം ബർസഖാണ്. അപ്പൊ രണ്ടാമത്തെ സൂറത്തിൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. സഹീഫത്തുൽ അഅമാലിന്റെ കർമ്മരേഖകളുടെ രണ്ടാം ഘട്ടം വിശദീകരിച്ചു. ഇനി അടുത്ത സൂറത്താണ് ഇൻഷിഖാഖ്. ഈ സൂറത്തിൽ ഈ രേഖ, അമലുകൾ രേഖപ്പെടുത്തിയ കിതാബ് പരലോകത്ത് വിതരണം ചെയ്യുന്ന രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലതു കൈയിൽ രേഖകൾ നൽകപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി, തന്റെ പിറകുവശത്തോടുകൂടി ഇടതുകൈയിൽ രേഖകൾ നൽകപ്പെടുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഈ കർമ്മരേഖകളുടെ അവസാനത്തെ ഘട്ടം, പരലോകത്ത് വെച്ച് അത് വിതരണം ചെയ്യപ്പെടുന്ന ഘട്ടം, അതിനെക്കുറിച്ചും വിശദീകരിച്ചു. അതാണല്ലോ അവസാനത്തെ ഘട്ടം. അപ്പൊ അത് അവസാനത്തെ സൂറത്തിൽ, ഈ 3 സൂറത്തുകളിൽ അവസാനത്തെ സൂറത്തിൽ സഹീഫത്തുൽ അഅമാലിന്റെ അവസാനത്തെ സന്ദർഭത്തെക്കുറിച്ച്, ഘട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു മുനാസബത്ത്, ഒരു പ്രസക്തി ഈ തർത്തീബിന്, ഈ 3 സൂറത്തുകളും അതാത് സ്ഥാനങ്ങളിൽ രേഖപ്പെടുത്തിയതിന് ഉള്ളതായി ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഈ സൂറത്തിന്റെ മഖ്സദ്, ഈ സൂറത്തിന്റെ ലക്ഷ്യം. എന്താണ്? ഒന്നാമത് വസ്ഫു അഹ്വാലി അൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളെക്കുറിച്ച്, അല്ലെങ്കിൽ വസ്ഫു അഹ്വാലി അൽ ഖിയാമ, ഖിയാമത്തിന്റെ ഭയാനകതയെക്കുറിച്ച് വിശദീകരിക്കുക. അതോടൊപ്പം അൽ ഹസ്സു അലൽ ഇസ്തിസ്ലാമി ലില്ലാഹ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടവരാണ് മനുഷ്യൻ എന്ന ഒരു കാര്യം കൂടി, ആശയം കൂടി ഈ സൂറത്ത് ലക്ഷ്യം വെക്കുന്നു. രണ്ടാമത് ഈ സൂറത്തിന്റെ പ്രസക്തി, അത് ഈ ഒരു സന്ദർഭത്തിൽ ഈ സൂറത്ത് രേഖപ്പെടുത്താനുള്ള കാരണം, അത് ഈ സഹീഫത്തുൽ അഅമാലിന്റെ കർമ്മരേഖകളുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. അത് കാരണമാണ് ഈ അവസാനമായി ഇൻഫിത്താറിനും വൈലുൽ മുത്തഫിഫീൻ എന്ന സൂറത്തുൽ മുത്തഫിഫീനു ശേഷം ഈ സൂറത്ത് വരാനുള്ള കാരണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ സൂറത്തിലെ ആയത്തുകൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഇത് സമാഉ ഇൻഷഖത്ത്, ആകാശം പിളർന്നാൽ, അന്ത്യദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ത്യദിനത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു സംഭവമാണ് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഈ വലിയ സൃഷ്ടി. വലിയ ഉറപ്പുള്ള, കനമുള്ള ഒരു സൃഷ്ടിയാണ് എന്ന ആകാശത്തെക്കുറിച്ച് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വജഅൽനാ ഫൗഖകും സബ്അൻ ശിദാദ, ഇങ്ങനെയുള്ള ഈ വളരെ ഭാരിച്ച സൃഷ്ടി അത് പൊട്ടിപ്പിളരും അന്ത്യദിനമാകുമ്പോൾ. എന്തിനാണ് ആകാശം പിളരുന്നത്? മലക്കുകൾക്ക് ഇറങ്ങി വരാൻ വേണ്ടി. അന്ത്യദിനത്തിൽ മലക്കുകൾ ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ, ആകാശം വാതിലുകളാക്കി മാറ്റപ്പെടും, ആകാശത്ത് വാതിലുകൾ തുറക്കപ്പെടും. അതിനുവേണ്ടിയാണ് ആകാശം പിളർത്തുന്നത്. അതുപോലെ തന്നെ നിരവധി സൂറത്തുകളിൽ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. വൻഷഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ, ആകാശം പിളർത്തപ്പെടും. ഫഹിയ യൗമഇദിൻ വാഹിയ, അതന്ന് ദുർബലമായിരിക്കും. ഇന്ന് വളരെ കടുത്ത, വളരെ ശക്തമായ സൃഷ്ടിയാണ് ആകാശം. പക്ഷെ അത് അന്നേ ദിവസം ഫഹിയ യൗമഇദിൻ വാഹിയ, ദുർബലമായിരിക്കും. രണ്ടാമത്തെ ആയത്ത് ആകാശത്തിന്റെ ഈ പിളർത്തലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് ആകാശം പിളരുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. വഅദിനത് ലിറബ്ബിഹ, അദിന എന്ന് പറഞ്ഞാൽ ഇസ്തമഅ എന്നാണ് ഇവിടെ അർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കുക എന്നൊരർത്ഥം അദിന എന്ന വാക്കിനുണ്ട്. ആകാശം ശ്രദ്ധിച്ച് കേൾക്കുന്നു, അഥവാ അനുസരണയോടുകൂടി, ഭവ്യതയോടുകൂടി എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അതനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുന്നു. ലിറബ്ബിഹ, തന്റെ റബ്ബിന്, അഥവാ തന്റെ റബ്ബ് എന്താണോ കൽപ്പിക്കുന്നത് അത് അനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് അത് ശ്രദ്ധിച്ചു കേൾക്കും. വഹുഖത്ത്, ഹുക്ക എന്ന് പറഞ്ഞാൽ ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്, ഫിഅലാണ് ഹുക്ക എന്നുള്ളത്. ഒരു ഹദീസിൽ കാണാം അത്വതിസ് സമാഉ, ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഹദീസ് ഉപകരിക്കും. അത്വതിസ് സമാഉ, ആകാശം ഞരങ്ങുന്നു, ഞരങ്ങിയിരിക്കുന്നു, അഥവാ ഒരു ശബ്ദമുണ്ടാക്കിയിരിക്കുന്നു.
വഹുഖ്ഖ ലഹാ അൻ തഇത്ത്, അങ്ങനെയുള്ള ഒരു ഞരക്കം, അങ്ങനെയുള്ള ഒരു ശബ്ദമുണ്ടാക്കാൻ ആകാശത്തിന് അത് വളരെ ഉചിതമാണ്. ആകാശം അങ്ങനെ ശബ്ദമുണ്ടാക്കുക എന്നുള്ളത് വളരെ ഉചിതമായ കാര്യമാണ്. എന്തുകൊണ്ടാണ്? മാ ഫീഹ മൗദിഉ അർബഇ അസാബിഅ, 4 വിരൽ വെക്കുന്ന ഒരു സ്ഥലം പോലും ആകാശത്ത് വെറുതെ കിടക്കുന്നില്ല. ഇല്ലാ വഫീഹ മലക്കുൻ റാക്കിഉൻ ഔ മലക്കുൻ സാജിദ്, അവിടെ ഒരു മലക്ക് റുക്കൂഇലോ സുജൂദിലോ ആയിട്ട് അല്ലാതെ. അപ്പൊ അങ്ങനെ അത്രയും തിരക്കുള്ളത് കൊണ്ട് ആകാശം ഇങ്ങനെ ഒരു ഞരങ്ങുന്ന ശബ്ദം ഉണ്ടാക്കുന്നതിൽ അത്ഭുതമില്ല എന്നർത്ഥം. അതാണ് ഹുഖ്ഖ ലഹ അല്ലെങ്കിൽ ഹുഖ്ഖ ലഹു എന്നൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം. ആ പ്രയോഗം ഇത്തരം സന്ദർഭത്തിലാണ് പ്രയോഗിക്കുക. അപ്പോൾ ഇവിടെ ഭൂമിയെക്കുറിച്ച് പറയുകയാണ്, ഭൂമി ഇങ്ങനെ ആകാശത്തെക്കുറിച്ച് പറയുകയാണ്. ആകാശം റബ്ബ് എന്താണ് പറയുന്നത് എന്ന് അനുസരിക്കാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. വഹുഖത്ത്, അത് വളരെ യോജിച്ചതാണ്. അങ്ങനെ ഭവ്യതയോടെ ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ കൽപ്പന കേൾക്കാൻ കാത്തു നിൽക്കുക എന്നുള്ളത് അത് വളരെ അനിവാര്യമാണ്. കാരണം അത്രയും മഹത്വമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അടുത്ത ആയത്ത് വഇദൽ അർദു മുദ്ദത്ത്, ഭൂമി നീട്ടപ്പെട്ടാൽ, മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി. അപ്പോൾ ഭൂമി അതിന്റെ അവസ്ഥ അന്ത്യദിനത്തിൽ മാറും. ഇന്ന് കാണുന്ന ഭൂമിയായിരിക്കുകയില്ല അന്നുണ്ടാവുക. വളരെ വിശാലമായ, ഉയർച്ചയും താഴ്ചയുമില്ലാത്ത, കുന്നുകളും അതുപോലെ തന്നെ ഗർത്തങ്ങളുമില്ലാത്ത നിരപ്പായ അതിവിശാലമായ അവസ്ഥയായിരിക്കും ഭൂമിക്കുണ്ടാവുക. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സൂറത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി, അന്നേ ദിവസം ഭൂമി ഇന്ന് നിങ്ങൾ കാണുന്ന ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമിയാക്കി മാറ്റപ്പെടും. വസ്സമാവാത്ത്, അതുപോലെ ആകാശങ്ങൾക്കും രൂപമാറ്റം ഉണ്ടാകും. ഇവർ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറഞ്ഞില്ലേ, വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ട് പരന്നു കിടക്കുന്ന, ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ പർവ്വതങ്ങൾ, അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നു. ഫഖുൽ, പറഞ്ഞു കൊടുക്കുക, യൻസിഫുഹാ റബ്ബി നസ്ഫ, അതിനെ എന്റെ റബ്ബ് പൊടിച്ചു കളയുന്നതാണ്, പൊടിയാക്കി മാറ്റും. വയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത, അതിനെ ഉയർച്ചയും താഴ്ചയും ഇല്ലാത്ത നിരപ്പായ ഒരു മൈതാനമാക്കി അള്ളാഹു മാറ്റുകയും ചെയ്യും. ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യജ്മഉ അല്ലാഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അള്ളാഹു തന്റെ സൃഷ്ടികൾ ഒരുമിച്ച് കൂട്ടും. അൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യ തലമുറകളെയും അവസാനക്കാരെയും, അഥവാ ആദം നബി മുതൽ അന്ത്യദിനത്തിന് മുമ്പ് ജനിച്ച അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഫീ സഈദിൻ വാഹിദ്, ഒരൊറ്റ മൈതാനത്ത്, ഒരൊറ്റ നിരപ്പായ സ്ഥലത്ത്. ഫയുസ്മിഉഹുമുദ് ദാഇ വയൻഫുദുഹുമുൽ ബസർ, ഒരാൾ ഒരു ശബ്ദം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ എല്ലാവർക്കും ആ ശബ്ദം കേൾക്കാൻ സാധിക്കും. അത്രയും അടുത്തായിട്ടാണ്, അത്രയും ഒരേ സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. വയൻഫുദുഹുമുൽ ബസർ, ഒരാൾക്ക് നോക്കിയാൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും. അത്രയധികം അടുപ്പത്തിലാണ്, എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്നർത്ഥം. ആ രംഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വഇദൽ അർദു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹ, അങ്ങനെ ഭൂമി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തിടും. വതഖല്ലത്, അങ്ങനെ ഭൂമി കാലിയാകും. നമ്മൾ മലയാളത്തിൽ പറയുന്ന കാലി എന്ന് പറയുന്ന വാക്ക് അറബിയിലെ ഖാലിയാണ്. ഖല എന്ന് പറഞ്ഞാൽ കാലിയായി, കാലിയായ വസ്തുവാണ് അൽ ഖാലി. തഖല്ലത് എന്ന് പറഞ്ഞാൽ ആ വസ്തു അത് അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തു കളഞ്ഞുകൊണ്ട് ശൂന്യമായി മാറി. അങ്ങനെ ഭൂമി, അതിനുള്ളിലുള്ള വസ്തുക്കൾ, ഭൂമിക്കുള്ളിലുള്ളത് എന്താണ്? ഭൂമിക്കുള്ളിലുള്ളത് മയ്യിത്തുകളാണ്, ഖബറിൽ കിടക്കുന്നവരാണ്. അതുപോലെ തന്നെ ഭൂമിയിലുള്ള മറ്റ് കുഴിച്ചിടപ്പെട്ട വസ്തുക്കൾ, ലോഹങ്ങൾ, സ്വർണവും മറ്റുമൊക്കെ, ഇങ്ങനെ എന്തൊക്കെ ഭൂമിക്കടിയിലുണ്ടോ അതെല്ലാം പുറത്തു വരും. ഖബറിൽ കിടക്കുന്ന മനുഷ്യർ, അതുപോലെയുള്ള ഭൂമിയിൽ നിക്ഷേപങ്ങളായി കിടക്കുന്ന വസ്തുക്കൾ എല്ലാം പുറത്തു വരും. വഅസിനത് ലിറബ്ബിഹ, അങ്ങനെ ഭൂമിയും ഇതൊക്കെ ചെയ്യുന്നത് തന്റെ റബ്ബിന്റെ കൽപ്പനകൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. വഹുഖത്ത്, ഭൂമിക്കും അങ്ങനെ ചെയ്യുക എന്നത് വളരെ ഉചിതം തന്നെയാണ്. കാരണം ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു തആല പറയുകയാണ്, ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നക കാദിഹുൻ, തീർച്ചയായും നീ അത്യധ്വാനം ചെയ്യുന്നവനാണ്. കദ്ഹ് എന്ന് പറഞ്ഞാൽ കദഹ യക്ദഹു കദ്ഹൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അധ്വാനിച്ചിട്ട് ആ അധ്വാനത്തിന്റെ ഒരു അസർ, അതിന്റെ ഒരു അടയാളം അയാളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ജോലി ചെയ്ത് തളർന്ന് അയാളുടെ ശരീരത്തിൽ തഴമ്പ് വരിക,
അല്ലെങ്കിൽ പരിക്കുണ്ടാവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവുക, അതിനാണ് കദ്ഹ് എന്ന് പറയാം. കഷ്ടപ്പെട്ട് പണിയെടുക്കുക, അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അങ്ങേയറ്റത്തെ അധ്വാനത്തിനാണ് കദ്ഹ് എന്ന് പറയാം. അല്ലാഹു തആല പറയുകയാണ് മനുഷ്യനോട്, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ, നീ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് അത്യധ്വാനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫമുലാഖീഹി, അങ്ങനെ ഈ അധ്വാനം കഴിയുമ്പോൾ, അതിന്റെ സമയമാകുമ്പോൾ നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് എല്ലാ മനുഷ്യരും അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അധ്വാനിക്കുന്നവരായിക്കൊണ്ട്, അധ്വാനിക്കുന്ന അവസ്ഥയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുത്ത് അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. ഒരു സംശയം തോന്നാവുന്നതാണ്. ഇവിടെ ഒരു സംശയം തോന്നാവുന്നതാണ്. എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു അമലും ചെയ്യാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടല്ലോ, നിഷേധികളുണ്ടല്ലോ, പാപികളുണ്ടല്ലോ. ഈ ആയത്തിന്റെ ഉദ്ദേശം നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നു എന്നല്ല, നേരെ മറിച്ച് എല്ലാ മനുഷ്യരും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ രംഗം അത് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനും. അങ്ങനെ അള്ളാഹുലേക്കുള്ള ഈ യാത്ര, അള്ളാഹുലേക്ക് അടുക്കുന്ന ഈ സഞ്ചാരം, അത് ചിലർ നന്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, ചിലർ തിന്മ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏത് രൂപത്തിലാണെങ്കിലും പോകുന്നത് അള്ളാഹുവിന്റെ അടുത്തേക്ക് തന്നെയാണ്. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, മനുഷ്യരെല്ലാവരും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു മനുഷ്യനെ എടുത്ത് നോക്കിയാലും ലിമൻ ശാഅ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ എന്ന് പറഞ്ഞ അവസ്ഥയാണ് മനുഷ്യന്റേത്. ഒന്നുകിൽ മനുഷ്യൻ നന്മ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യതഅഖർ, നന്മകളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടുമായിരിക്കും, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മനുഷ്യന്റെ അവസ്ഥ. വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ മനുഷ്യനില്ല. മനുഷ്യൻ അധ്വാനിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മടിയന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും അധ്വാനിക്കുന്നുണ്ട്. മടി പിടിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ അധ്വാനിക്കുകയാണ് അവർ. അപ്പോൾ മനുഷ്യൻ അധ്വാനിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ. ആ പരിശ്രമം ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത കാര്യങ്ങളാകുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് മടിയെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നവനാണ് മനുഷ്യൻ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് വളരെ സൂക്ഷ്മത പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് ഉപകാരമല്ലെങ്കിൽ ഉപദ്രവമായിരിക്കും. രണ്ടുമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവുകയില്ല. ഞാനിപ്പോൾ ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു നിലക്ക് നമുക്ക് ഉപകാരമോ അല്ലെങ്കിൽ ഉപദ്രവമോ ആയിരിക്കും. അതിന്റെയൊക്കെ അന്തിമ ഫലമോ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ ആയത്ത് നമ്മെ പേടിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ ഒന്നുകിൽ തിന്മയായിരിക്കും അല്ലെങ്കിൽ നന്മയായിരിക്കും. മുബാഹായ, അനുവദനീയമായ കാര്യങ്ങളുണ്ട്, പക്ഷേ അതിനേക്കാൾ അധികം കേവലം മുബാഹായിട്ടുള്ള, നമുക്ക് ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത ഹലാലായിട്ടുള്ള കാര്യങ്ങൾ, അത് ഉള്ളതോടൊപ്പം തന്നെ ധാരാളം അമലുകൾ, നമുക്ക് ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഉപകാരമുള്ള നാഫിആയ ആഖിറത്തിൽ പ്രതിഫലാർഹമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. നമ്മുടെ പ്രവൃത്തികൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗം അത് ആഖിറത്തിൽ ഉപകാരമോ ഉപദ്രവമോ ഉള്ളതായിരിക്കും. അതിലേതാണ് നമ്മുടെ പ്രവൃത്തികളെന്ന് നമ്മൾ ചിന്തിക്കാൻ ഈ ആയത്ത് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കുറേ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന കാര്യം ഇതാണ്: ആ രംഗം, അള്ളാഹുലേക്ക് എത്തിപ്പെടുന്ന, അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന രംഗം, അത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതിനുശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അതാണ് ഇനിയുള്ള ആയത്തുകളുടെ പ്രസക്തി. അല്ലെ, അന്ത്യദിനം സംഭവിക്കാനുണ്ട്, അന്ത്യദിനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി പ്രവൃത്തികളുമായി ചെന്ന് നിൽക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നന്മ ചെയ്തവർക്ക് എന്താണ്, തിന്മ ചെയ്തവർക്ക് എന്താണ്? അതാണ് ഇനിയുള്ള ആയത്തുകൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം ഈ സൂറത്തിന്റെ രണ്ടാമത്തെ ഭാഗം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം അടുത്തറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.